തനിക്ക് പാരമ്പര്യമായി ലഭിച്ച വ്യാപാരം മാത്രമല്ല കാർഷിക രംഗത്തും മികവ് തെളിയിക്കുകയാണ് എരുമേലി വലിയ വീട്ടിൽ മുജീബ് റഹ്മാൻ. വിഷരഹിതമായ പച്ചക്കറി ലഭ്യമാക്കുക എന്ന സ്വപ്നവും സുഹൃത്തായ മോഹൻദാസ് എന്ന കൃഷിക്കാരനുമായുള്ള ബന്ധവുമാണ് കാർഷിക രംഗത്തേക്ക് ഇദ്ദേഹത്തെ ആകർഷിച്ചത്. 1 വർഷമേ ആയുള്ളൂ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ട്. പുരയിടത്തിനോട് അനുബന്ധിച്ച 12 സെന്റ് സ്ഥലത്താണ് പയർ കൃഷി. രാസപദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ജൈവവളവും സ്ലറിയും മാത്രമാണ് ഇദ്ദേഹം കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത്. ദിനംപ്രതി 20 കിലോയിലധികം പയറുകളാണ് കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്നത്. തക്കാളി, തൊമര, കിഴങ്ങ്, സവാള, കാബേജ്, കോളിഫ്ലവർ, ചീര, മുളക്, പാവയ്ക്ക എന്നുവേണ്ട വിപണിയിൽ ലഭിക്കുന്ന എല്ലാം ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഉണ്ട്. പാരമ്പര്യമായ കൃഷിരീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. ഫെറോമോൺ കെണിയും രാത്രികാലങ്ങളിൽ വിളക്ക് പ്രകാശിപ്പിച്ചുമൊക്കെയാണ് കൃഷിയിടങ്ങളിൽ നിന്നും കീടങ്ങളെ അകറ്റുന്നത്. കൃഷിയിൽ നിന്നും നല്ല വരുമാനവും ഒപ്പം വിഷരഹിതമായ പച്ചക്കറി ഉപഭോക്താക്കൾക്ക് നൽകിയെന്ന മാനസിക സംതൃപ്തിയുമാണ് ലഭിക്കുന്നതെന്ന് മുജീബ് റഹ്മാൻ പറയുന്നു. ഈ കൃഷിയിടവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പച്ചക്കറികളൊക്കെ വാങ്ങുന്നവർ മാനസികമായി തന്നെ തയ്യാറെടുത്തു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യം. അതുപോലെ ഈ കാബേജ്, കോളിഫ്ലവർ എന്നൊക്കെ പറഞ്ഞ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം വളർന്നു വരുമായിരുന്ന കുറേ പച്ചക്കറികൾ അത് ഞാൻ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഓൾ സീസൺ ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയൊക്കെ ഹൈബ്രിഡായ രീതിയിൽ കൃഷിഭവൻ്റെയൊക്കെ ഗവേഷണ ഫലമായി ധാരാളം ബ്രീഡുകൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരു 10-15 കാബേജ്, കോളിഫ്ലവറൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചിട്ട് സമ്പൂർണ്ണ വിജയം. ശരിക്കും ഇത്രമാത്രം ടേസ്റ്റോടുകൂടി ഈ കോളിഫ്ലവർ ഒക്കെ അല്ലെങ്കിൽ കാബേജ് കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മളറിയുന്നത് ഇങ്ങനെയും ഒരു ടേസ്റ്റ് ഈ വക പച്ചക്കറികൾക്കുണ്ടെന്ന്. പ്രതിദിനം ഒരു 20 കിലോയോളം 15 കിലോയ്ക്കും 20 കിലോയ്ക്കും ഇടയ്ക്ക് പയർ വിൽപ്പനയ്ക്ക് പര്യാപ്തമായ രീതിയിൽ പറിച്ചെടുത്ത് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തോളം ഞങ്ങളുടെ കൃഷിയുടെ ഒരു കൂട്ടായ്മ. മോൻചേട്ടനും ഞാനും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി നൈപുണ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ദൈനംദിനമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും ഒക്കെ ഈ ഒരു നല്ല കച്ചവടക്കാരൻ ആയിരുന്ന എന്നെ ഒരു നല്ല കൃഷിക്കാരൻ്റെ മനസ്സിലേക്കും കൂടി എത്തിക്കാൻ മാത്രം പര്യാപ്തമായി എന്നുള്ളതാണ് സത്യം. കാർഷിക രംഗത്ത് നൂതന അറിവുകൾ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം മത്സ്യകൃഷിക്കുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കിടയിലും സമയം കണ്ടെത്തിയാണ് കാർഷിക ജോലികൾ ചെയ്യുന്നത്. പരീക്ഷണാർത്ഥം തേനീച്ച വളർത്തലും ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യ ഷൈമയും 3 മക്കളും അടങ്ങുന്നതാണ് മുജീബിന്റെ കുടുംബം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റും എരുമേലി യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, എരുമേലി.